അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിന്നെ ഞാൻ കൊല്ലം കുറെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നതേ കണ്ട ചാനലുകാരുടെ മുന്നിൽ വിട്ടിത്തം വിളമ്പി ആളാവാനല്ലടോ. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. അതെന്താ അങ്ങനെ? നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്. അപ്പൊ നമുക്ക് നോക്കാല്ലേ? അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദയവേത് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കുന്നതാണ്. അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും. ഇതും കൂടെ നോക്കിട്ട് പോയാ മതി. രണ്ടു കൊല്ലം പണം. എടാ മഹാഭാവികളെ, ഇതിനകത്ത് എപ്പോ ഒന്ന് കേറിയിടാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്ന് തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. ആർഷോ അറിഞ്ഞില്ലേ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ VC-യെ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശുപാർശ പ്രകാരം ഗവർണർ നിയമിച്ചത്? ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ. അന്ന് SFI അറിഞ്ഞില്ലേ ഈ വിഷയം? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അന്ന് ആർഷോ എവിടെയായിരുന്നു? SFI എവിടെയായിരുന്നു? നിങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടായില്ലേ? അന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ RSS ഏജന്റ് ആണെന്ന്? അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിന്നെ ഞാൻ കൊല്ലം കുറെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നതേ കണ്ട ചാനലുകാരുടെ മുന്നിൽ വിട്ടിത്തം വിളമ്പി ആളാവാനല്ലടോ. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. അതെന്താ അങ്ങനെ? നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്. കേരളം ഇതുപോലെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാർ ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ല. ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാ. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കുട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.